അസ്സലാമലൈക്കും. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്നൊരു അടിപൊളി ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കിയാലോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് പുഡിംഗ് ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ 2 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതൊരു ബൗളിലേക്ക് ഇതേപോലെ ഒഴിച്ചെടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, ഞാനിവിടെ ഒരു 1/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ ചോക്ലേറ്റ് പൗഡർ, ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ന്യൂട്ടെല്ലയാണ്. നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ ചോക്ലേറ്റിൻ്റെ എന്തെങ്കിലും ഒരു ചോക്ലേറ്റ്, ഡെയറി മിൽക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹെസൽനട്ട് ചോക്ലേറ്റ് ആയിക്കോട്ടെ, ഇത് ഏതെങ്കിലും ഒന്ന് ഇതിൽ മെൽറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ എത്ര മിക്സ് ആക്കി കഴിഞ്ഞാലും ഇതിൻ്റെ തരികളയിൽ ബാലൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് അരിച്ചൊഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കണം. ഇതേപോലെ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ ഇത് അടിയിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ തന്നെ നമുക്ക് ചേഞ്ച് ആയി പോകും. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ തിക്കായി വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് റാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറിന് ശേഷം ഇതേപോലെ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിൻ്റെ മേലേക്ക് കുറച്ച് കൊക്കോ പൗഡറും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് ബൂസ്റ്റും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഭംഗിക്ക് വേണ്ടി നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചെടുക്കുക. അപ്പം നമുക്ക് നല്ല അടിപൊളി ചോക്ലേറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നമ്മളിത് കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് നല്ല അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു ചോക്ലേറ്റ് പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ മാസലാമ. ബൈ ബൈ ഫ്രം കോയാസ് റെസിപ്പി.